ശ്രീകുട്ട മതി, അവളെ ടെൻഷൻ അടുപ്പിക്കരുത്. മതി പറഞ്ഞത്. ലക്ഷ്മി അമ്മ നീരസത്തോടെ പറഞ്ഞു. അമ്മ ഒന്ന് ചുമ്മാതിരിക്കുക. ഒരു കുഞ്ഞു വായില്ലെന്ന് കരുതി ഇവളിങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ചെയ്തു കൂട്ടിയതിനൊക്കെ എൻ്റെ കൺമുന്നിൽ തന്നെ ഇവൾ അനുഭവിക്കണം. അമ്മയെ പോലെ എനിക്ക് ഇവളോട് യാതൊരു സിമ്പതിയും ഇല്ല. അവളത് അർഹിക്കൊന്നുമില്ല. ശ്രീ പറഞ്ഞു. നിള കണ്ണു നിറച്ച് അവനെ നോക്കി. നിന്റെ സ്നേഹത്തിന് വേണ്ടിയാ ശ്രീ ഞാൻ. അവളെന്തോ പറയാനൊരുങ്ങിയതും. അയ്യോ പ്ലീസ്, അത് മാത്രം നീ പറയല്ലേ. എന്തിനു വേണ്ടിയാ നീ ഈ കളിയൊക്കെ കളിച്ചതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതുപോലും ചിന്തിക്കാൻ കഴിയാത്ത വിവരദോഷിയല്ല ഞാൻ. ശ്രീ പൂച്ചിച്ച് വിട്ടു. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഈ സ്ഥാനത്ത് മീരയായിരുന്നെങ്കിൽ ആക്ഷേപങ്ങളും ക്ഷാപവാക്കുകളും നിർത്താതെ ചൊരിയുമായിരുന്നല്ലോ. കോടതി മുറിയിൽ മീരയ്ക്കെതിരെ നിന്നപ്പോൾ കാണിച്ച ഉശിരൊന്നും ഇപ്പൊ ഇവളോടില്ലല്ലോ. രണ്ട് തല്ല് കൊടുത്ത് സങ്കടം പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ ക്ഷീണിച്ചു പോയോ? മീരയായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. നീരജാത്രയൊക്കെ തല്ലിയിട്ടും അവന് മതിയാകാത്തതുപോലെ നിള വേദനിക്കുന്നത് കാണാൻ അവന് തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാൽ നീരജ അവനെ ഒന്ന് നോക്കുകയേ ചെയ്തുള്ളൂ. അവൾ തളർന്നിരുന്നു. മാനസികമായും ശാരീരികമായും അവരൊത്തിരി ക്ഷീണിച്ചു പോയി. നിളയെ തല്ലാനോ ശാസിക്കാനോ ഒന്നും കഴിയാതെ നീരജ അവിടെ നിന്നുപോയി. ആരോ പിടിച്ചു വെച്ചതുപോലെ നീരജ അവിടെ തന്നെ നിന്നു. നരേന്ദ്രൻ കൂടി അറിഞ്ഞിട്ടാണെന്ന സത്യം അവരെ കൂടുതൽ മാനസിക സംഘർഷത്തിലാക്കി. എങ്കിലും പൂർണ്ണമായി വിശ്വസിക്കാൻ വയ്യ. ഓ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂറ് ഭർത്താവിൻ്റെ ചോരയായി ഇവളുണ്ടാവുമല്ലോ. പുറം ഒത്തിരി പ്രഹസനം കാണിക്കുമെങ്കിലും മീര നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് എനിക്ക് വ്യക്തമാണ്. കാരണം മീര ഏതോ ഒരു ചതിയൻ്റെ മകളല്ലേ. ശ്രീ നീരജയെ കുത്തി നോവിച്ചു. ആ കുത്തു നീരജയുടെ ചങ്കിൽ തന്നെ തറച്ചു. എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. ദൈവതുല്യനായ ഭർത്താവിൻ്റെ വാക്ക് കേട്ടും വെറും വിഡ്ഢിയാവുകയാ നിങ്ങൾ. ഇന്നറിഞ്ഞതുപോലെ ഇനിയും നിങ്ങൾ പലതും അറിയാനുണ്ട്. അതുപോലെ നിങ്ങൾ ചതിയൻ ചതിയൻ എന്ന് കൊട്ടിഘോഷിക്കുന്ന ആ മനുഷ്യനില്ലേ, ശരിക്കുമുള്ള ചതിയൻ നിങ്ങളുടെ ഭർത്താവ് തന്നെയാണെന്ന് അറിയുമ്പോൾ അത് താങ്ങാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാകണേന്ന് ശ്രീ നീരജയോട് പറഞ്ഞു. നീരജ മറുപടി ഒന്നും കൊടുത്തില്ല. അവരാരെയും നോക്കാതെ മുഖം കുനിച്ച് ശ്രീയുടെ മുറിയിൽ നിന്നിറങ്ങി. സ്റ്റെയർ ഇറങ്ങുമ്പോൾ അവരുടെ കാലിടുന്നുണ്ടായിരുന്നു. പിറകെ വന്ന് പിടിച്ചു നിർത്താൻ നോക്കിയ നിളയെ നീരജ ഒറ്റ നോട്ടം കൊണ്ട് തളച്ചു. അത് കണ്ട് നിള അവിടെ തന്നെ നിന്നുപോയി. അയ്യോ, അമ്മായിമ്മ പോവുകയാണോ? ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാതെ പോവുകയാണോ? ഇനി നിങ്ങളുടെ മകളെ ഇവിടെ നിർത്തുന്നില്ല എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം. ശ്രീ ഉറപ്പിച്ചു പറഞ്ഞു. ശ്രീകുട്ട, ലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നോട് നീ ഇപ്പോൾ ഒന്നും ചോദിക്കില്ല ശ്രീ. എനിക്കൊന്നേ അറിയാനുള്ളൂ. നരേട്ടൻ കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകമെന്ന് എനിക്കത് അറിയണം. അത് നരേട്ടനോട് തന്നെ ചോദിക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. നീരജ് അതും പറഞ്ഞ് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോകുന്ന പോകിൽ നീരജയുടെ ചിന്തകൾ പല ദിക്കിലേക്ക് സഞ്ചരിച്ചു. മീരയെക്കുറിച്ച് നിളയും അച്ഛനും പറഞ്ഞിട്ടില്ല നുണയായിരുന്നു. ചതിയായിരിക്കുമോ? അവളെ ചതിക്കാൻ നരേട്ടന് കഴിയുമോ? വീട്ടിലേക്ക് നടക്കുന്നതിൽ നീരജ് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. വീട്ടിലെത്തി കീയെടുത്ത് അകത്തേക്ക് കയറി ബാഗ് സോഫയിലേക്ക് അലക്ഷ്യമായി എറിഞ്ഞുകൊണ്ട് അവൾ ഫോണും എടുത്ത് സോഫയിലിരുന്നു. നരനെ വിളിച്ച് ചോദിക്കണതൊക്കെ തോന്നിയെങ്കിലും സ്ഥിരമായൊരു നമ്പർ നരനില്ലാത്തത് കൊണ്ട് അവർ ഫോണും കയ്യിൽ പിടിച്ച് ആലോചിച്ചിരുന്നു. കുറച്ചധികം സമയം കഴിഞ്ഞു. പെട്ടെന്ന് ആ ഫോണിലേക്ക് ഒരു കോള് വന്നു. നീരജ് സ്ക്രീനിലേക്ക് നോക്കി. പ്രതീക്ഷിച്ചതുപോലെ നരേന്ദ്രൻ തന്നെയാണ് വിളിച്ചത്. നീരു. കോൾ എടുത്തുടനെ നരേട്ടൻ്റെ സ്നേഹത്തോടെയുള്ള വിളി അവളുടെ കാതിൽ മുഴങ്ങി. രവിയെ വിളിച്ചപ്പോൾ ജാമ്യാപേക്ഷ വീണ്ടും തള്ളിപ്പോയ വാർത്ത വളരെ സങ്കടത്തോടെയാണ് നരേന്ദ്രൻ കേട്ടു നിന്നത്. അപ്പോഴും ഓർത്തത് നീരജയെക്കുറിച്ചായിരുന്നു. നീരജ തകർന്നു പോയിട്ടുണ്ടാവുമെന്ന് അയാൾക്ക് അറിയാം. നീരജയെ ആശ്വസിപ്പിക്കാനാണ് സ്നേഹത്തോടെ വിളിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും നീരജ അയാൾക്ക് ജീവനാണ്. അത് നീരജയ്ക്കും അറിയാം. മക്കളാണ് എല്ലാമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ടെങ്കിലും ആ മനസ്സിൽ അവരെക്കാൾ സ്ഥാനം തനിക്കാണെന്ന് നീരജയ്ക്ക് നന്നായി അറിയാം. മറ്റാരേക്കാളും നരേന്ദ്രൻ നീരജയെ സ്നേഹിച്ചിരുന്നു. നീരജയുടെ കാര്യത്തിൽ അയാൾ സ്വാർത്ഥനാണ്. അയാളുടെ ആ സ്നേഹത്തിലാണ് നീരജയും മയങ്ങിപ്പോകുന്നത്. മക്കളേക്കാൾ വിശ്വാസവും അയാളെയാണ്. അതുകൊണ്ടാണ് മീര പറഞ്ഞ കഥകളൊന്നും നീരജ വിശ്വസിക്കാതിരുന്നത്. ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും നരേന്ദ്രൻ മറ്റൊരു മുഖമുണ്ടെന്ന് നീരജയ്ക്ക് തോന്നിയിട്ടില്ല. ഇത്രയും കാലം ഒരു മനുഷ്യന് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നതായിരുന്നു നീരജയുടെ ചിന്ത. പിന്നെ നരേന്ദ്രന്റെ സ്വാർത്ഥമായ സ്നേഹവും അയാൾ തന്നോട് കാണിച്ച കരുണയും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും അഭിമാനം സംരക്ഷിക്കാൻ കാണിച്ച മനസ്സുമൊക്കെ നരേന്ദ്രനെ നീരജയുടെ മനസ്സിൽ ദൈവതുല്യനാക്കി. ആ വ്യക്തിയെ പറ്റി മോശമായി ചിന്തിക്കാനോ അയാളെ സംശയിക്കാനോ ഒന്നും നീരജയ്ക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിള പറഞ്ഞത് നീരജ പൂർണ്ണമായും വിശ്വസിക്കാതിരുന്നത്. മറ്റൊരാൾ പറയുന്ന നുണ വിശ്വസിച്ച് നരേന്ദ്രനെ താൻ സംശയിച്ചാൽ നരേന്ദ്രനോട് ചെയ്യുന്ന നന്ദികേടാണതെന്ന് നീരജ് ചിന്തിച്ചു. അതുകൊണ്ട് നേരിട്ട് ചോദിക്കാമെന്ന് തന്നെ നീരജ് ചിന്തിച്ചു. എന്താ നീരു, എന്താ മിണ്ടാത്തേ?
നീരജയുടെ അനക്കമില്ലാത്തത് കണ്ട് നരേന്ദ്രൻ സ്നേഹത്തോടെ തിരക്കി. നീരജ ഒന്നും മിണ്ടിയില്ല. ജാമ്യം കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ് എൻ്റെ ഭാര്യ. അയാൾ ചിരിച്ചുകൊണ്ട് തിരക്കി. താൻ ടെൻഷനാവണ്ടോ, നമുക്ക് ഹൈക്കോടതി വെച്ച് പിടിക്കാം. അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കോംപ്രമൈസിന് ശ്രമിക്കാം. അല്ലാതെ ഈ കേസുമായി മുന്നോട്ട് പോയിട്ട് അവൻ എന്ത് ലാഭം കിട്ടാനാ? കുറേ കാലം കേസ് പറഞ്ഞ് നടക്കേണ്ടി വരുന്നു, അല്ലാതെ പെട്ടെന്നൊന്നും എനിക്കെതിരെ ഒരു വിധി വരാൻ സാധ്യതയില്ല. അയാൾ നിസ്സാര മട്ടിൽ പറഞ്ഞു. അതുകൊണ്ട് താൻ ടെൻഷനൊന്നും ആവണ്ട. ഈ കേസൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. താൻ ധൈര്യമായിട്ടിരിക്കുക. നരേന്ദ്രൻ ധൈര്യം പകർന്നു. ഒരേ ഒരു സങ്കടമേ ഉള്ളൂ. ബാങ്കിൽ എൻ്റെ ജോലി പോയെന്ന് ഒരാളെ വിളിച്ചപ്പോൾ അറിഞ്ഞത് പോലീസ് അവിടെ കയറിയിറങ്ങി ബാങ്കിന് അതൊരു ചീത്തപ്പേരായിന്ന്. നല്ലൊരു ജോലിയായിരുന്നു, അത് പോയി കിട്ടി. ആ, അയാൾ നീട്ടിയൊരു നെടുവീർപ്പിട്ടു. താനെന്താണോ ഒന്നും മിണ്ടാത്തേ? ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? ഇതുവരെ സങ്കടം മാറിയില്ലേ? നരേന്ദ്രൻ സ്നേഹത്തോടെ ചോദിച്ചു. എനിക്കൊരു കാര്യം അറിയാണ്ട് നരേട്ടാ, ഉറച്ച സ്വരത്തിൽ നീരജ പറഞ്ഞു. എന്ത് കാര്യം? അയാളുടെ പുരികം ചുളിഞ്ഞു. ശ്രീയെ ശരിക്കും സ്നേഹിച്ചത് ആരാ? അവൻ എഴുത്തുകൾ എഴുതി അവനെ ഈ നിലയിലെത്തിക്കാൻ സഹായിച്ചത് ആരാ? മീരയോ അതോ നിളയോ? ഗൗരവത്തോടെയുള്ള നീരജയുടെ ചോദ്യം കേട്ട് നരേന്ദ്രൻ ഞെട്ടാതിരുന്നില്ല. എന്താടോ പെട്ടെന്നെന്താ ഇങ്ങനൊരു ചോദ്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നരേന്ദ്രന്റെ തൊണ്ടയേറി. അയാൾക്ക് ഭയം തോന്നി. നീരജ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വെറുക്കുമോന്ന് അയാൾ ഭയന്നു. നീരജ ശ്രീയുടെ വീട്ടിലുണ്ടായതും നിള പറഞ്ഞതും ഒന്നും വിടാതെ നരേന്ദ്രനോട് പറഞ്ഞു. നരേന്ദ്രൻ കുറച്ചു നേരം ആലോചനയിലാണ്ടു. നരേട്ടാ, ഞാൻ അറിഞ്ഞത് സത്യമാണോ? അത് നരേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് അറിയണം. നീരജ ചുവന്ന കണ്ണുകളാൽ പറഞ്ഞു. നുണ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നരേന്ദ്രൻ തോന്നി തുടങ്ങി. പറയ് നരേട്ടാ, നീരജ പറയാൻ ആവശ്യപ്പെട്ടു. സത്യാണ്. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം നരേന്ദ്രൻ ഗൗരവത്തോടെ സമ്മതിച്ചു. നീരജ് ഞെട്ടിപ്പോയി. വിശ്വസിക്കാൻ കഴിയാതെ അവർ തറഞ്ഞു നിന്നുപോയി. എന്താ പറഞ്ഞേ? അപ്പൊ നരേട്ടൻ കൂടി അറിഞ്ഞിട്ടാണോ? അവൾ ചോദ്യം ആവർത്തിച്ചു. നരേന്ദ്രൻ ഒന്ന് മൂളി. നരേട്ടൻ അപ്പം മീരയെ ചതിച്ചതാണോ? അപ്പൊ അവള് പറഞ്ഞ കഥകളൊക്കെ സത്യമായിരുന്നോ? നീരജ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. നീരു, നീ എന്നെ പറ്റി അങ്ങനെയാണ് കരുതിയിരിക്കുന്നേ. മീര എൻ്റെ മോളല്ലേ? അറിഞ്ഞു വെച്ചിട്ട് ഞാൻ അവളെ ചതിക്കുവോ? നരേന്ദ്രൻ വിഷമം നടിച്ചു. പിന്നെന്തിനാ ശ്രീയെ? ബാക്കി പറയാനാവാതെ നീരജ പാതിയിൽ നിർത്തി. നീരു, താൻ അറിഞ്ഞതിൽ ചിലതൊക്കെ സത്യമാണ്. നീ പറഞ്ഞതുപോലെ മീരയെ അവനെ സ്നേഹിച്ചത്, അവൻ എഴുതിയത്, അവനെ സഹായിച്ചത്, അത് സത്യം തന്നെയാണ്. മീര അത് പറയും മുന്നേ നിള ശ്രീയെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു. മീരയുടെ ഇഷ്ടം ഞാൻ അറിഞ്ഞൂല്ല. ഞാൻ എൻ്റെ നിളക്ക് വാക്ക് കൊടുത്തു. മീര അവനുമായി ഇഷ്ടത്തിലാണെന്ന് പിന്നെയാ അറിഞ്ഞത്. അവിടെ ശ്രീയെ തെറ്റിദ്ധരിപ്പിക്കേണ്ടി വന്നു. മീര അവനായി എഴുതുന്ന പുതിയ എഴുത്തുകൾ കൈക്കലാക്കിയാണ് ശ്രീക്ക് കൊടുത്തതും ശ്രീയെ വിശ്വസിപ്പിച്ചതും. ശ്രീ ഇല്ലെങ്കിൽ മരിച്ചു കളയുന്ന എൻ്റെ മോള് പറയുമ്പോൾ പകച്ചു പോയിടൂ. ഞാനിപ്പോൾ എൻ്റെ മോളുടെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ. ഏതൊരച്ഛനെയും പോലെ ഞാനും കുറച്ച് സ്വാർത്ഥനായിപ്പോയി. ഞാൻ മീരയെ നിർബന്ധിച്ചിട്ടില്ല. കത്തെഴുതിയ നിളയാണെന്ന് വിശ്വസിച്ചു. ശ്രീയുമായി നിള ശാരീരികമായി വല്ലാതെ അടുത്ത് പോയെന്ന നുണ അവൾ തന്നെ മീരയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ സ്വയം ഒഴിഞ്ഞു മാറിയതാ. ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഏതൊരച്ഛനും മോളുടെ കാര്യത്തിൽ സ്വാർത്ഥതയുണ്ടാവും. ആ സ്വാർത്ഥത എനിക്കും ഉണ്ടായി. ആ ഒരു തെറ്റല്ലാതെ ഞാൻ മീരയോട് വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. താൻ എന്നെ വിശ്വസിക്കണം. നരേന്ദ്രൻ പറഞ്ഞു തീർന്നത് നീരജ് നിശബ്ദയായി. അവളുടെ മനസ്സിൽ ചിന്തകളുടെ പിടിവലി നടക്കുകയായിരുന്നപ്പോൾ അപ്പോ മീര നിങ്ങൾക്ക് ആരായിരുന്നു നരേട്ടാ? ആലോചനക്കൊടുവിൽ നീരജ് ചോദിച്ചു. നരേന്ദ്രൻ ഉത്തരം മുട്ടിപ്പോയി. മീരയും നിളയും തനിക്ക് ഒന്നാണെന്നും വേർതിരിച്ച് കണ്ടിട്ടില്ലെന്നും വർഷങ്ങളായി ആവർത്തിക്കുന്ന നരേന്ദ്രന്റെ വായിൽ നിന്ന് തന്നെ അങ്ങനെയല്ലെന്ന് നീരജ് കേട്ടു. പറഞ്ഞതൊക്കെ നുണയായിരുന്നു എന്ന് ആദ്യമായി നീരജ് ചിന്തിച്ചു പോയി. നരേന്ദ്രൻ സ്വയം ന്യായീകരിക്കാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു വന്നതാണ്. അതിങ്ങനൊരു പണിയാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മീരയെ സ്വന്തം മകളായി കണ്ടോളുന്ന കരാറിലല്ലേ നമ്മുടെ വിവാഹം പോലും നടന്നത്. പക്ഷെ നരേട്ടൻ ഇത്രയും നേരം സംസാരിച്ചത് നരേട്ടൻ്റെ മോളെക്കുറിച്ചാ, നിളയെക്കുറിച്ച്. അവൾക്ക് വേണ്ടിയാ നിങ്ങളിന്ന് സംസാരിച്ചത്. അവൾക്ക് വേണ്ടിയാ നിങ്ങളിന്ന് എല്ലാം എന്നിൽ നിന്നും ഒളിപ്പിച്ച് വെച്ചത്. അതെ, അവൾക്ക് വേണ്ടിയാ നരേട്ടൻ പരിശ്രമിച്ചതും. രണ്ടു മക്കളും ഒരുപോലെ ആയിരുന്നുവെങ്കിൽ അന്ന് എന്തുകൊണ്ട് നരേട്ടൻ മീരയെ കണ്ടില്ല? സ്നേഹിച്ചത് അവളെയല്ലേ അവൻ സ്നേഹിച്ചത്. നിങ്ങൾക്ക് മീര സ്വന്തമായിരുന്നെങ്കിൽ അവരെ നരേട്ടനെ ഒന്നിപ്പിച്ചേനെ. ഇവിടെ തെറ്റ് നിളയുടെ ഭാഗത്താണ്.
എന്നിട്ടും നിങ്ങൾ അവളെ തിരുത്തിയില്ല. വേണ്ടാത്ത അവളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുകയാണ് ചെയ്തത്. മീരയെ കരയിപ്പിച്ച് അവളുടെ ജീവിതം തട്ടിപ്പറിച്ച് നിലക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീര നിങ്ങൾക്ക് ആരുമല്ലെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മറ്റാരേക്കാളും സ്വന്തം മകളെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെയല്ലെന്ന് അഭിനയിച്ച് തകർത്തിട്ട് ഇത് വേണ്ടായിരുന്നു. നീരജയ്ക്ക് രോഷം തോന്നി. നീരു, ഞാൻ പറഞ്ഞു തീർന്നില്ല നരേട്ട. ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത് എനിക്കൊരു ഭർത്താവ് എന്നതിലുപരി എന്റെ മോൾക്ക് നല്ലൊരു അച്ഛനെ കിട്ടുമെന്ന് കരുതി മാത്ര. അങ്ങനെ ആവുന്ന നരേട്ടൻ എനിക്ക് ഉറപ്പ് തന്നതല്ലേ. എന്നിട്ടിപ്പോ നിലയുടെ കാര്യം വന്നപ്പോ മീരയെ ഒരു അന്യയാക്കി കളഞ്ഞില്ലേ? നിലയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിച്ചപ്പോ അവളുടെ അച്ഛനുണ്ടായിരുന്നുവെങ്കിലെന്ന് അവൾ ആശിച്ച് കാണില്ലേ? അവൾ സ്നേഹിച്ച പുരുഷനെ വിട്ടുതരുമ്പോ അവളൊത്തിരി സങ്കടപ്പെട്ട് കാണില്ലേ? ആ സമയത്ത് ഞാൻ പോലും അവൾ അറിയാൻ ശ്രമിച്ചില്ല. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. മീരയെ ചതിച്ചത് പോരാതെയാണോ അവളെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചത്? അതെന്തിനായിരുന്നു? മീരയെ ഞാൻ വെറുക്കാനായിരുന്നു? നീരജ മനസ്സിൽ ഉരുണ്ടു കൂടിയതൊക്കെ നരേന്ദ്രനോട് ചോദിച്ചു തീർത്തു. നരേന്ദ്രൻ ഉത്തരം മുട്ടിപ്പോയി. നേരു, താൻ എന്തൊക്കെയായി പറയുന്നേ? നിലയെ പോലെ തന്നെ എനിക്ക് മീരയും. മതി, വീണ്ടും വീണ്ടും ഈ കള്ളം ആവർത്തിക്കേണ്ട. മീരയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിന് പകരം നരേട്ടൻ നിളയെ പറഞ്ഞ് തിരുത്തിയിരുന്നെങ്കിൽ നരേട്ടൻ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുമായിരുന്നു. സ്നേഹിച്ചത് മീരയും ശ്രീയുമല്ലേ? അവര് രണ്ടുപേരെയും ചതിച്ചുകൊണ്ട് നിളയെ നരേട്ടൻ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്തൊക്കെയാണെന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നരേന്ദ്രനെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കാതെ നീരജ പറഞ്ഞു. നരേന്ദ്രന് ഭയം തോന്നി. തന്നെക്കുറിച്ചൊരു കരട് പോലും നീരജയുടെ മനസ്സിലുണ്ടാവരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ചെറുതല്ലാത്തൊരു കരടാണ് തന്നെ പറ്റി ഇപ്പോൾ നീരജയുടെ മനസ്സിൽ കയറി പറ്റിയിരിക്കുന്നത്. നീരജയുടെ മനസ്സിൽ തന്നോടുള്ള പ്രണയത്തിന് കുറവ് വരാൻ പാടില്ലെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അതയാൾക്ക് സഹിക്കാൻ കഴിയില്ല. നീരജയോടുള്ള പ്രണയത്തിൽ അയാൾ സ്വാർത്ഥനായി.